പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. ഇത് ലോകത്താണ് അവൻ ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ അല്ലാഹു ജിബ്രയിൽ നബിയോട് അയച്ചു പറഞ്ഞു, ജിബ്രയിൽ മുഹമ്മദിനോട് പോകൂ, അവനോട് ചോദിക്കൂ, ഞാൻ അറിയുന്നവനാണ്, എന്നിരുന്നാലും അവനോട് പറയൂ, എന്താണ് നിന്നെ കരയിപ്പിക്കുന്നത്. ജിബ്രയിൽ ഇറങ്ങി വന്ന് പറഞ്ഞു, മുഹമ്മദ്, അല്ലാഹു പറയുന്നു അവൻ അറിയുന്നവനാണ്, എന്താണ് നിന്നെ കരയിപ്പിക്കുന്നത്. അവൻ പ്രവാചകൻ അവനോട് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മത്തിനെ കുറിച്ച് കരയുകയാണ്, അവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്. ജിബ്രയിൽ തിരിച്ച് അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബ്, മുഹമ്മദ് തന്റെ ഉമ്മത്തിനെ കുറിച്ച് കരയുകയാണ്, അവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്. അല്ലാഹു പറഞ്ഞു, ജിബ്രയിൽ മുഹമ്മദിനോട് പോകൂ, അവനോട് പറയൂ, അല്ലാഹു നിന്റെ ഉമ്മത്തിനെ കുറിച്ച് നിന്നെ നിരാശപ്പെടുത്തില്ല. അല്ലാഹു നിന്റെ ഉമ്മത്തിനെ കുറിച്ച് നിന്നെ നിരാശപ്പെടുത്തില്ല. സന്തോഷം കാണിക്കൂ മുഹമ്മദ്, സന്തോഷം കാണിക്കൂ മുഹമ്മദ്. അവൻ പറയുന്നു, ഞാൻ സത്യയിൽ വീഴും. അപ്പോൾ അല്ലാഹു, മഹത്വം അവനിക്കായിരിക്കും, പറയും, എഴുന്നേൽക്കൂ മുഹമ്മദ്, ഞാൻ നിനക്ക് ഒരു പരിധി നിശ്ചയിക്കും. അവൻ പറയും, നീ പോവുക, നിന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരെ എല്ലാവരെയും നരകത്തിൽ നിന്ന് പുറത്തെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ പോകും, അവരെ പുറത്തെടുക്കും. അവൻ പറയുന്നു, തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരാളും നരകത്തിൽ ശേഷിക്കാതിരിക്കും വരെ. അല്ലാഹു, മഹത്വം അവനിക്കായിരിക്കും, പറഞ്ഞു. അല്ലാഹു അവനോട് പറയും, നിനക്ക് സന്തോഷം ലഭിച്ചോ മുഹമ്മദ്, നിനക്ക് സന്തോഷം ലഭിച്ചോ മുഹമ്മദ്. അവൻ പറഞ്ഞു, അതെ എന്റെ റബ്ബേ. പണ്ഡിതന്മാർ പറയുന്നു, ഇതാണ് അല്ലാഹുവിന്റെ വചനം. ഇമാം വായിച്ചതുപോലെ, നിന്റെ റബ്ബ് നിന്നെ തൃപ്തിപ്പെടുത്തും വരെ നിനക്ക് നൽകും എന്നതിന്റെ അർത്ഥം.